ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഞാനൊരു മാരത്തോൺ ഓടാൻ പോയ കുറച്ച് വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് നടന്നൊരു മാരത്തോണിന് പോയ വിശേഷം കേട്ടോ. ഇത് കൊച്ചിൻ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓർഗനൈസ് ചെയ്ത ഒരു മാരത്തോണായിരുന്നു, ഈ വെയിൽസിനെയൊക്കെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ മൂന്നാമത്തെ മാരത്തോണാണ്. ഞാനിത് ഓടിയത് 5 കിലോമീറ്റേഴ്സ് ആയിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു മാരത്തോൺ ഓടാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള അടുത്തുള്ള ആൾ ഓടാൻ പോകുന്നത് കാണുന്നത് എൻ്റെ ഒരു കസിൻ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ജിമ്മിലുള്ള ആൾക്കാരുമായിട്ട് പോകുന്നത് കണ്ട് ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ മാരത്തോണിന് പോകുന്നത്. ആദ്യം ഒരു 3 കിലോമീറ്ററൊക്കെ ആയിരുന്നു. പിന്നെ പിന്നെ ഞാൻ എപ്പം ഇതുപോലെ ഉണ്ടെങ്കിലും ഞാൻ പോയി തുടങ്ങി. അപ്പോൾ ഒരു 3 വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി പയ്യെ പയ്യെ 10 കിലോമീറ്ററൊക്കെ ആക്കണം എന്നാണ് ആഗ്രഹം. അപ്പം ഇങ്ങനെ ഞാൻ ഓടാൻ പോകുമ്പം എപ്പോഴും എൻ്റെ അടുത്ത് അമ്മ ഉൾപ്പെടെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്തിനാ ഇങ്ങനെ ഓടാൻ പോകുന്നതായിരുന്നു? നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം, വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പോകണം, ഓടിക്കഴിഞ്ഞാൽ ഒരു മെഡൽ കിട്ടും, ഫുഡ് കിട്ടും, അത്രയല്ലേ ഉള്ളൂ. അതങ്ങനെ ഫസ്റ്റ് പ്രൈസ് ഒന്നും കിട്ടാനൊന്നും നമ്മളായിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് മാരത്തോണ് ഫസ്റ്റ് പ്രൈസ് ഒന്നും ഇല്ല, ചുമ്മാ ഓടുക, ആരെങ്കിലുമൊക്കെ ഓടി എത്തണ എല്ലാവർക്കും സമ്മാനം കിട്ടും, ആ ഒരു മൈൻഡായിരുന്നു. പക്ഷേ ഈ 3 മാരത്തോൺ ഞാൻ പോയപ്പോഴും ഫസ്റ്റ് കിട്ടുന്നവർക്കും അല്ലാണ്ട് കുറച്ച് പ്രൈസസൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. മാരത്തോൺ ഓടാൻ വേണ്ടി മാത്രം കുറേ സ്ഥലത്ത് നിന്ന്, അത് നമ്മൾ കേരളത്തിൽ തന്നെ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരാറുണ്ട് ഇത് വേണ്ടി മാത്രമൊക്കെ ആയിട്ട്. ചിലരൊക്കെ പുഷ്പം പോലെയാണ് 10 കിലോമീറ്റർ ഓടി തീർക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ പാഷൻ്റെ ഭാഗമായിരിക്കും കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഇങ്ങനെ ഓടാൻ പോയി തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ കൂടിയതാണ് എൻ്റെ 2 കസിൻസ് കേട്ടോ. ഇവരും വന്നു തുടങ്ങി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള മാരത്തോൺ ഞങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ പറഞ്ഞു വന്നത്, അമ്മ ഇങ്ങനെ ചോദിക്കും എൻ്റെ അടുത്ത്, എന്തിനാണ് ഇങ്ങനെ മാരത്തോൺ ഓടാൻ പോകുന്നതെന്നും ഒക്കെ. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് കസിൻസ്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ കൂടുന്നുണ്ട്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇനി മാരത്തോൺ പോകുമ്പോൾ ഓടാൻ പോകുമ്പോൾ പറയണം, ഞങ്ങളെയും കൂടെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ എവിടെ അമ്പലത്തിൽ പോയപ്പം ആരെയോ കണ്ടപ്പോൾ അവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇനി ഓടാൻ പോകുമ്പോൾ എൻ്റെ അടുത്തോട് പറയണേന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ രസമല്ലേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അവരും കൂടെ കൂടുക എന്ന് പറയുമ്പോൾ. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിക്ക് തന്നെയാണ് നല്ല കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിക്ക് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. നമുക്കൊരു ചെയ്യാൻ പറ്റില്ല എന്നോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പുഷ് ഉണ്ടല്ലോ, അത് തന്നെ കാര്യം. കാരണം ഇത് ഫുള്ളായിട്ട് നമുക്ക് ഓടാനൊന്നും പറ്റില്ല, കുറച്ച് നടന്നും ഇരുന്നും, അല്ല ഇരിക്കല്ല, നടന്നും ഓടിയും നിന്നും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മാരത്തോൺ ഞാൻ എൻ്റെ ഓടി 5 കിലോമീറ്ററൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ എത്തിപ്പെട്ടു, മെഡൽ കിട്ടി, ഫുഡും കിട്ടി. ഫുഡ് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. എപ്പോഴും നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ഇഡ്ഡലി സാമ്പാർ അങ്ങനെ ഉണ്ടാവും. പിന്നെ മുട്ടയും പഴവും മസ്റ്റായിരിക്കും, എപ്പോഴും ഉണ്ടാവും ബൂസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ നല്ലൊരു അടിപൊളി കാപ്പിയും കുടിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്നപ്പം, ഞങ്ങളുടെ അങ്കിൾ ഡ്രോപ്പ് ചെയ്യുക ചെയ്തത്. തിരിച്ച് ഞങ്ങളപ്പം നമ്മുടെ മെട്രോ വാട്ടർ മെട്രോയ്ക്ക് വരാമെന്ന് വെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കയറാൻ പോണേ. അപ്പോൾ എനിക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ, ഫോർട്ട് കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് കുറച്ച് ഫോട്ടോസ് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല എന്ന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സിൽ തന്നെ കുറച്ച് ഫോട്ടോ എടുത്തു, പക്ഷേ ഫോട്ടോ കൊച്ചി അറിയാമല്ലോ, ഈ കപ്പിൾസ് ഷൂട്ടിങ്ങും അതുപോലെ തന്നെ പ്രീ വെഡിങ് ഷൂട്ടൊക്കെ ഇഷ്ടം പോലെ നടക്കുന്ന സ്ഥലമാണ്. അപ്പം എവിടെ തിരിച്ചാലും നമ്മൾ എവിടെ ക്യാമറ വെച്ചാലും അടിപൊളി സ്പോട്ടൊന്നുമില്ല. പക്ഷേ ഈ വേഷത്തിലായതുകൊണ്ട് ഞങ്ങളങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നുമില്ല, പോന്നു. ആൻഡ് വാട്ടർ മെട്രോയിൽ നമുക്കറിയാം നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഉള്ളതുകൊണ്ടൊക്കെ ഓണം പോലെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ വാട്ടർ മെട്രോയിൽ ആദ്യമായതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന ആ സമയത്ത് തന്നെ 5 മിനിറ്റ് തന്നെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു, ബോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. വേഗം ചെന്നു, ടിക്കറ്റ് എടുത്തു, ഞങ്ങൾ കയറി. അപ്പം ഞാൻ ഈ അധികം ഫോട്ടോ സൈഡിലേക്ക് ഇങ്ങനെ വരാത്തതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പുതുമയായിരുന്നു കേട്ടോ. ഞാൻ വാട്ടർ മെട്രോയിൽ കയറിയിട്ടില്ല. അപ്പം അതിലെങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു ചെറിയ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആസ് യൂഷ്വൽ നമ്മൾ കാർഡ് കൊടുത്തു, അവർ തന്നെ സ്വൈപ്പ് ചെയ്ത് തന്നു. മറ്റേ മെട്രോ പോലെയല്ല, അവർ സ്വൈപ്പ് ചെയ്ത് തരുന്നു, സ്വൈപ്പ് ചെയ്യുന്നു, അകത്ത് കയറുന്നു. കുറച്ച് നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം വന്നു കേട്ടോ, വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചു. പിന്നൊരു കാര്യം ഞാൻ പഠിച്ചതാണ് ഇതിൻ്റെ ഇടയിൽ, ആക്ച്വലി ഈ മിനിമലിസം എന്ന് പറയുന്ന സംഭവം. ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ ബാഗിൽ കുറേ സാധനങ്ങളുണ്ടാവും. എൻ്റെ ഒരു ബാഗ് ഉണ്ടാവും, വെള്ളം ആയിക്കോട്ടെ, പേഴ്സ് ആയിക്കോട്ടെ, കുടയോ ടവലോ എന്തെങ്കിലുമൊക്കെ അതില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. പക്ഷേ ഈ ഓടാൻ പോകുമ്പോൾ ഇതൊന്നും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. വെള്ളം പോലും എടുത്തില്ല ഞാൻ, ആകെ ഫോണും അത്യാവശ്യം കുറച്ച്, എങ്ങാനും ഫോൺ വർക്കായില്ലെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോയ്ക്കോ കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ, അത് 2 പോക്കറ്റിൽ ഒതുങ്ങാവുന്ന സാധനം. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു മെഡൽ ഉണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് തന്നെ. പക്ഷേ ഇങ്ങനെ നമുക്ക് പോവാം എന്നൊരു ഉള്ളിലൊരിത് തോന്നി തുടങ്ങി. കാരണം ഞാൻ നല്ലപോലെ പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് ഞാൻ 2 ദിവസം മുമ്പേ ലിസ്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പേ ലിസ്റ്റ് ഉണ്ടാക്കും, പാക്കിങ് തുടങ്ങും. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഈശ്വര ഞാൻ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ, എന്തെങ്കിലും എടുത്തിട്ടില്ലേ, ഫ്രീ ആയിട്ട് പോകാനേ പറ്റില്ലായിരുന്നു. പക്ഷേ ഇത് പോയി വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നി. അതായത് ഓക്കെ, ഒന്നുമില്ലെങ്കിലും പെട്ടെന്ന് ഇറങ്ങാം, നമ്മുടെ ഫോണെങ്കിലും കയ്യിലുണ്ടായാൽ മതി എന്നുള്ള ഒരിത്, അല്ലെങ്കിൽ കുറച്ച് പൈസയാണ് കയ്യിലുണ്ടായാൽ മതി എന്നൊരു തോന്നൽ തോന്നി.
എന്തായാലും അതെനിക്ക് ഭയങ്കര ഒരു തിരിച്ചറിവെന്ന് പറയണോ എങ്ങനെയാണെന്നറിയില്ല. ബട്ട് ഭയങ്കര ഹാപ്പിയായി ഈ ഒരു കുഞ്ഞ് മാരത്തോണിന് പോയിട്ടാണെങ്കിൽ. അപ്പോൾ ഈ സംഭവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താ ഓർമ്മയെന്ന് പറയും, നമ്മുടെ ഒരു പാട്ടില്ലേ, പാട്ടിൻ്റെ പേരെന്തായിരുന്നു, ഫഹദ് ഫാസിലിൻ്റെ കായലിനരികെ കൊച്ചി കായലിനരികെ, ആ പാട്ടൊക്കെ കേട്ട് അതൊക്കെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടായിട്ടോ ഞാൻ പോയി. കായലിനരികെ കൊച്ചി കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും. അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ട് ജംഗ്ഷനിലെത്തി. അപ്പോൾ എൻ്റെ ആദ്യത്തെ മെട്രോ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. കാം ആൻഡ് ക്വയറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, മിനിമലിസം പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, കുടിക്കാൻ ഒരു കുപ്പി വെള്ളം പോലും ഇല്ല. അപ്പോൾ ഇറങ്ങിയ ഉടനെ തന്നെ നമുക്കറിയാം, ഈ ഹൈക്കോർട്ട് ജംഗ്ഷൻ അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ സൈഡിൽ കുറേ ഷോപ്സ് ഉണ്ടാവാറുണ്ട്. അവിടെ പോയാൽ നമുക്ക് പിന്നെ ഒരു കുലുക്കി സർബത്ത് അനിവാര്യമാണല്ലോ. അപ്പം ഞങ്ങൾ ചെന്നപ്പം ആദ്യം ഞങ്ങളൊരു ജസ്റ്റ് ഒരു നാരങ്ങ വെള്ളം, സോഡ നാരങ്ങ വെള്ളം പറഞ്ഞു. ഒരെണ്ണം വാങ്ങിയാൽ നമ്മളെല്ലാവരും കുടിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ പലതും പല വെറൈറ്റി തന്നെ പറഞ്ഞു കേട്ടോ. ഒരാൾ, ഞാൻ ഗ്രീൻ ആപ്പിൾ, ഞാനല്ല എൻ്റെ കസിൻ ഗ്രീൻ ആപ്പിൾ പറഞ്ഞു. പിന്നെ ഒരെണ്ണം ബൂസ്റ്റാണ് പറഞ്ഞത് കേട്ടോ. ഇവരടിക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുടിച്ച് വയറൊക്കെ നിറച്ചു. ഗ്രീൻ ആപ്പിൾ അടിപൊളിയാണ്, നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൽ ഈ നാരങ്ങയും മുളകും ഇട്ട് വരുമ്പോൾ ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയും ചെറിയൊരു എരിവും കൂടെ വന്നിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മെട്രോയ്ക്ക് കയറി വീട് പിടിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.